ഹായ് ഫ്രണ്ട്സ്, സാപ്പിൻ്റെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അപ്പം ഈ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ഒരാഴ്ച അടുത്തൊരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു ബാക്കപ്പ് ചാനൽ എന്നുള്ള രീതിയിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്താണുള്ള കാര്യം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ചാനൽ ഞാൻ ഈ ഒരു ആഗസ്റ്റ് മാസത്തിലെ തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും പിന്നെ ഇപ്പോൾ ഓൾറെഡി ഈ ഒരാഴ്ച അടുത്തൊരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ഒരു ആന്തോളജി സീരീസാണ്. മനോരഥങ്ങൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു വലിയൊരു സിനിമയാണ്. MDയുടെ 9 ചെറുകഥകളെ ആസ്പദമാക്കിയുള്ള ഒരു ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് C5 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. എത്ര ആൾ ഈ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. വീരാഞ്ജനേയുലു വിഹാരയാത്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു കൊറിയൻ മിസ്റ്ററി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. എക്സ്ഹ്യൂമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനു മുമ്പ് തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. കൊറിയൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊറിയൻ ഭാഷയിൽ ഈ ഒരു സിനിമ, കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആഗസ്റ്റ് മാസം 12-ാം തീയതി ബുക്ക് മൈ ഷോസ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഡാർലിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ ആഗസ്റ്റ് മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു സീരീസാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന തമിഴ് സീരീസാണ്. ചട്നി സാമ്പാർ എന്ന് പറഞ്ഞ സീരീസിന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കോമഡി സീരീസാണ്. സത്യരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്ന സീരീസ് Disney+ ഹോട്ട്സ്റ്റാർ വഴി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആഗസ്റ്റ് മാസം 16-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്. പഴഞ്ചൻ പ്രണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിൻസി അലോഷ്യസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ സൈനാപ്ലയുടെ ഭാഗത്ത് നിന്നും ഒഫീഷ്യലി പുറത്ത് വന്നിട്ടുണ്ട്. ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസം 16-ാം തീയതിയോ അല്ലെങ്കിൽ 23-ാം തീയതിയോ ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ സുരാജ് ഞാറമൂട്, അതുപോലെ തന്നെ ആസിഫ് അലിയോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. തിയേറ്ററിൽ തന്നെ സിനിമ തുടങ്ങുന്ന സമയത്ത് OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ളത് അവർ ഒഫീഷ്യലി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തോടു കൂടിയൊക്കെ നമുക്ക് ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പിന്നെ ആസിഫ് അലിയുടെ തന്നെ ലെവൽ ക്രോസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും തിയേറ്ററിൽ വലിയൊരു വലിയൊരു വിജയം കരസ്ഥാൻ സാധിച്ചില്ല ഈ സിനിമയ്ക്ക്. ഞാൻ സിനിമ കണ്ടതാണ്, ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ഈ സിനിമ. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ സെക്കൻഡറി ചാനൽ, അതായത് എൻ്റെ ബാക്കപ്പ് ചാനലായ സാപ്പ് മീഡിയ എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിൽ ആഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്ത സിനിമകൾ, തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.